എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവയ്ക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കോവയ്ക്ക റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കോവയ്ക്ക് ഒരു 6 പീസായിട്ട് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിരിയമുളക് പൊടിക്ക് പകരം നമുക്ക് നല്ല മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്ത ഞാനിതിലേക്കൊരു സ്പെഷ്യൽ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്, സാമ്പാർ പൊടി. സാമ്പാർ പൊടി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഒരു റോസ്റ്റിന്. അപ്പോൾ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ കോവയ്ക്കയിലുള്ള ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ആ മസാലയൊക്കെ നമ്മുടെ കോവയ്ക്കയിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നോളും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ കോവയ്ക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റോസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കണം, അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ കോവയ്ക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ടും കോവയ്ക്ക ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് മുതൽ 12 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി വന്നോളൂ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് മൂടി തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു റോസ്റ്റിലൊട്ടും വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ എണ്ണയിൽ കിടന്ന് തന്നെ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയതും അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് മൂടിയൊന്ന് തുറന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അടിയിലൊന്നും ഒട്ടും പിടിക്കാതെ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിക്കോളും. ഇനി വീണ്ടും നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ റോസ്റ്റ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ കോവയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.